ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 30 എത്തിയിരിക്കുകയാണ്. ശരിക്കും വൈൽഡ് കാർഡ് എൻട്രികൾ വരേണ്ട ദിവസമാണ്. അവർ വന്നു. ഒരുപാട് സംഭവ വികാസങ്ങൾ സംഭവിച്ചൊരു എപ്പിസോഡാണ് ഇന്നത്തേത്. ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വരാൻ കുറച്ചധികം വൈകിട്ടുണ്ടായിരുന്നു. സാധാരണ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പിസോഡ് ഇന്ന് ഹോട്ട്സ്റ്റാറിൽ വന്നപ്പോഴേക്കും 9:40 അടുപ്പിച്ചായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാണാൻ പറ്റില്ലായിരിക്കും, കാണാൻ എങ്ങനെ വീഡിയോ ചെയ്യുക. ലൈവിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു, പക്ഷെ അത് മാത്രം വെച്ചിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 9:40 ആയപ്പോഴേക്കും ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വന്നു. സോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. അതാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ റസ്പിൻ ബായ് ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്യുന്ന രംഗമാണ്. ഐ എം ക്രഷ് ഓൺ യു എന്ന് പറഞ്ഞിട്ട്, ഇത് പുറത്താരോടും പറയരുത്, വിശ്വാസമല്ല എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു രംഗമാണ്. അത് ഗെയിമിൻ്റെ ഭാഗമാണോ എന്നെനിക്ക് അറിയില്ല, പക്ഷേ റസ്പിൻ ബായ് അത് ചെയ്തിട്ടുണ്ട്. ശ്രീതു പെട്ടെന്ന് ഞെട്ടി ചാടി എഴുന്നേറ്റ് ആകെ ഒരു കിളി പോയ അവസ്ഥയിലാണ് കുറച്ച് നേരം ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് മോർണിംഗ് സോങ്ങിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. ഒരു പുതിയ ഒരു ദിവസം. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് എല്ലാവരെയും പൊളിച്ചടുക്കി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് പോയതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ മാറി പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കം എന്ന ലെവലിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഫ്രഷ് മൈൻഡോട് കൂടിയാണ് രാവിലെ എഴുന്നേറ്റത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നോറ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതാണ്. എല്ലാവരും മീൻസ് നോറയെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അവർ എന്നെ ടാർഗറ്റ് ചെയ്യാണ്. എനിക്ക് മനസ്സിലാവാത്തത്, നോറേനെ ടാർഗറ്റ് ചെയ്യാൻ മാത്രം ആ കുട്ടി ഇല്ല. ജസ്റ്റ് ഒരു ഗെയിമറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഗെയിമറാണെന്ന് പറയാം. പക്ഷേ അതിനെ ടാർഗറ്റ് ചെയ്യാനും മാത്രം, എല്ലാവരും വളഞ്ഞാക്രമിക്കാനും മാത്രം ഒന്നുമില്ല. പിന്നെ അത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടാവും. അതല്ലാതെ ഒരു ടാർഗറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നോറേനെ. പക്ഷെ നോറ പറയുന്നത് നോറേനെ ടാർഗറ്റ് ചെയ്യണു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് ശരണ്യ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നോറ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ രംഗപ്രവേശനമാണ്. അവരിൽ ഓരോരുത്തരായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലോട്ട് കയറി തുടങ്ങി. ആദ്യം വന്നത് നന്ദനയാണ്. നന്ദന കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയുടെ ഒരു ഓവർ സ്മാർട്ട്നെസ്, ഒരു ഓവർ കോൺഫിഡൻസ്, എന്നെക്കൊണ്ട് എന്തും സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പൊളിച്ചടുക്കിയിട്ടേ പോവുള്ളൂ, എല്ലാവരെയും അടിച്ച് പുറത്തിറക്കി അല്ലെങ്കിൽ പുറത്താക്കി ഞാൻ ബിഗ് ബോസ് ട്രോഫിയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് ആവും. പക്ഷെ ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പോകും. എല്ലാവരും ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി വന്നൊരു ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നന്ദനയാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്തൊരു പാട്ടോട് കൂടിയാണ് ഇവർ എൻ്റർ ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ജിൻഡോ പോയിട്ട് ക്യാൻഡിലൊക്കെ കൊണ്ടുവന്ന് ഒഴിയുന്നു. എന്നിട്ട് ഇത് ഇന്നത്തേക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രംഗം കഴിയുന്നു. ഇവരെല്ലാവരെയും ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ വന്നത് 2 അഭിഷേകന്മാരാണ്. അപ്പോൾ അവരെയും ഇതുപോലെ തന്നെയാണ് ഇവർ വെൽക്കം ചെയ്തത്. വളരെ വാം വെൽക്കമിങ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ സിബിനും സായിയും പൂജയും ഒരുമിച്ച് വന്നു. ഇവരെല്ലാവരും പാട്ട് കേട്ട് തന്നെയാണ്, പാട്ടോട് കൂടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. വളരെ ഹാർട്ടി വെൽക്കം തന്നെയായിരുന്നു അവർക്ക് എല്ലാവർക്കും ഹൗസിലുണ്ടായിരുന്ന ആളുകൾ കൊടുത്തത്. അത് കാണുമ്പോൾ നമുക്കറിയാം എന്തായാലും ഈ പറയുന്ന കളിക്കാൻ വന്നവരാണ്, തമ്മിൽ അടികൂടാൻ വന്നവരാണ് എന്നൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരുതരം അഭിനയമാണല്ലോ. അതിനിടയ്ക്ക് ഇവരെല്ലാം വീട്ടിനകത്ത് വരുന്ന സമയത്ത് ഈ സിബിനും സായിയും പൂജയും കയറി വന്നു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ജാസ്മിനും ഗബ്രിയും ഒരു സൈഡിൽ പോയിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിബിനെ ഗബ്രിക്ക് അറിയില്ല. അപ്പോൾ അത് ജാസ്മിനെ പരിചയപ്പെടുത്തുകയാണ്. സിബിനെ ഒരു DJ ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ സായിനെയും പൂജേനെയും ജാസ്മിൻ അറിയാമെന്ന് പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും സിബിൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ രണ്ടുപേരും മാറിയിരിക്കുന്നത്, ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ, നിങ്ങളെന്താ മാറിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി ഒരു മറുപടി കൊടുത്തു, ഇനി ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ലല്ലോ എന്നൊരു മറുപടി കൊടുത്തു. അതിന് എക്സലൻ്റ് ആയിട്ടൊരു റിപ്ലൈ നമ്മുടെ സിബിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്ലൈ ഇതാണ്, ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാവരും അടിച്ച് കളയാമല്ലോ. അത് ഗബ്രി അങ്ങോട്ട് എടുത്തിട്ടില്ല, പക്ഷേ എപ്പോഴെങ്കിലും അത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഗബ്രി എടുത്ത് തിരിച്ചിടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഡയലോഗാണത്. അപ്പോൾ അങ്ങനെ ഒരു തഗ് ഡയലോഗ് സിബിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ജാസ്മിനോട് ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണ്, ജാസ്മിൻ ക്യാപ്റ്റനാണ്, ജാസ്മിനോട് ആവശ്യപ്പെടുകയാണ് പവർ ടീമിനെ സെലക്ട് ചെയ്യാനായിട്ട്. ഓഫ് കോഴ്സ് ഗബ്രി, റസ്വിൻ, അപ്സര ആൻഡ് അർജുൻ ഇവരാണ് പവർ ടീമിലേക്ക് ജാസ്മിൻ സെലക്ട് ചെയ്ത ആൾക്കാർ. അതിൽ ആദ്യത്തെ 3 പേര് നമ്മൾ ഊഹിച്ചു. അപ്സരേനെ പിന്നെ എന്ത് കാരണം കൊണ്ടാണ് എടുത്തതെന്ന് അറിയില്ല. ഒരു പക്ഷേ പവർ ടീം പവറായി നിൽക്കാൻ വേണ്ടി അപ്സരയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് ജാസ്മിൻ തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ ഇവരാണ് പവർ ടീമായിട്ട് എടുത്തത്. ഇത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു നൈസ് സ്ട്രാറ്റജി കണ്ടു. എന്താണെന്ന് ചോദിച്ചാൽ പവർ റൂം പവർ ടീമിന് മാത്രമുള്ളതാണ്,
ക്യാപ്റ്റൻ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല, ക്യാപ്റ്റൻ അവിടെ ഉറങ്ങാൻ പാടില്ല എന്ന് ഒരു നൈസായൊരു മൂവ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ജാസ്മിൻ്റെ കിളി പോയി. കാരണം പവർ ടീമിലേക്ക് ഗബ്രിയെയും റസ്മിൻ ഭായിയെയും അതുപോലെ അർജുനെയും അപ്സരയ്ക്ക് എടുക്കുമ്പോൾ തന്നെ ജാസ്മിനൊരു ചിന്ത ഉണ്ടായിരുന്നു, ഇവർക്കൊപ്പം പവർ റൂമിൽ കിടക്കാമല്ലോ, പിന്നെ സാധാരണ കലാപരിപാടികൾ രാത്രിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത ജാസ്മിൻ ഉണ്ടായിരുന്നുണ്ടാവാം. പക്ഷേ അതിനെ ബിഗ് ബോസ് പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു. പിന്നെ ഒരു കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല, ജാസ്മിന് ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം ജാസ്മിൻ്റെ കളിയുടെ ലെവലൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ ഇടപെട്ട് അല്ലെങ്കിൽ അത്യാവശ്യം സംസാരിച്ച്, നേരത്തെ സംസാരിക്കില്ലെന്നല്ല, പക്ഷെ നേരത്തെ കംപ്ലീറ്റ് അടിപിടി ബഹളത്തിൻ്റെ പിന്നാലെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പക്വതയോടുകൂടിയാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ പോലെ ജാസ്മിൻ ഇടപെട്ട് തുടങ്ങി. കാല് പിടിച്ചിട്ടാണെങ്കിലും ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും ജാസ്മിൻ ആരോട് പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിവിടെ പ്രശ്നമില്ലാത്തൊരു ആഴ്ചയായിട്ട് മാറ്റും എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ്റെ വേ ഓഫ് ഗെയിം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്ത് പ്രശ്നം എപ്പോഴൊക്കെ ഉണ്ടെങ്കിലോ അപ്പോഴെല്ലാം ഇപ്പോൾ ജാൻമണിയുമായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ നോറയുടെ പ്രശ്നം വന്ന സമയത്തും ഒക്കെ ജാസ്മിൻ ചെയ്തത് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ജാസ്മിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പവർ റൂമിനെ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ ഓരോ റൂമുകാരെയും നെസ്റ്റ്, ടണൽ, ഡെൻ, അപ്പോൾ ഇങ്ങനെ 3 റൂമുകളെയും അവർ തരംതിരിച്ചു ക്യാപ്റ്റൻ്റെ സാന്നിധ്യത്തിൽ. ഇപ്രാവശ്യം പവർ ബാഡ്ജ് ഉണ്ടായിരുന്നു. അത് പഴയ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റന് കെട്ടിക്കൊടുത്തു. ടീമിന് പവർ ബാഡ്ജ് ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ജാസ്മിൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം റൂമിലേക്കാണ് പോകുന്നത്. ആ റൂമിൽ വെച്ചിട്ട് നമ്മുടെ അഭിഷേക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 അഭിഷേകുമാരൊക്കെ പരിചയപ്പെട്ട് വരികയാണ് റൂംമേറ്റ്സുമായിട്ട്. ആ പരിചയപ്പെടുന്ന സമയത്ത് അഭിഷേക് കെയുടെ എക്സ്പാൻഷൻ ചോദിച്ചപ്പോൾ ആ അഭിഷേക് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് പറഞ്ഞത്. പക്ഷേ മറ്റേ അഭിഷേക് പറഞ്ഞ ഡയലോഗ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല, കെയുടെ എക്സ്പാൻഷൻ വേറെ രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ശരിക്കും അതൊരു വൃത്തികെട്ട വേർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതും ആ ഹൗസിനകത്തുള്ള എല്ലാവർക്കും ഫീൽ ചെയ്തതും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ അഭിഷേകിനെ സംബന്ധിച്ച് അയാൾ വന്നത് തന്നെ ഇവരെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്, ഇവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ്. അത് വന്ന ദിവസം തന്നെ ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യം. അതിൻ്റെ പേരിൽ തന്നെയാണ് നോമിനേഷൻ വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ചിട്ട് അഭിഷേക് നോമിനേഷനിലേക്ക് വന്നത്. അപ്പോൾ അയാളുടെ സംസാരത്തിനകത്തും ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്നതും ജാൻമണിക്ക് അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഈ അഭിഷേകിന് അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കാനും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ത്വര കാണിക്കുന്ന പോലെ തോന്നി. ജാൻമണിയുടെ ലാംഗ്വേജ് ഏലിയൻ ലാംഗ്വേജ് ആണെന്ന ലെവലിൽ. അപ്പോൾ ഏലിയൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ പൂജ അവിടെ അത് കറക്റ്റ് കൊടുത്തു. ഏലിയൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്തതിനെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പൂജ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതാരും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇതിനകത്ത് നോമിനേഷൻ വന്നപ്പോൾ ഇന്നത്തെ നോമിനേഷനിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നോമിനേഷനിൽ വന്ന ആൾക്കാരെന്ന് പറയുന്നത് ശ്രീരേഖ, ഋഷി, നോറ, ശരണ്യ, അൻസിബ, ജാൻമണി, ജിൻഡോ ആൻഡ് അഭിഷേക്. ഇത്രയും പേരാണ് ഇപ്രാവശ്യത്തെ ഈ വീക്കിലെ നോമിനേഷനിലേക്ക് വന്നത്. അത് സായിയുടെ നോമിനേഷൻ, സായി നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ സായി ശ്രീരേഖേനെയും അതുപോലെ ജാൻമണിയും നോമിനേറ്റ് ചെയ്തു. ആ സമയത്ത് ജാൻമണിയുടെ കയ്യിലല്ല, ഇപ്രാവശ്യത്തെ നോമിനേഷൻ്റെ പ്രത്യേകതയുണ്ട്, ഒരു ബ്രഷും ഒരു ടിന്നിൽ പെയിൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെയിൻറ്റ് ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യണം, എന്നിട്ട് വേണം നോമിനേഷൻ റീസൺ പറയാനായിട്ട്. അപ്പോൾ സായിനെ വിളിച്ചപ്പോൾ സായി ജാൻമണിയുടെ പേരാണ് ആദ്യം വിളിച്ചത്. എന്നിട്ട് ജാൻമണിയുടെ ഫേസിൽ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ജാൻമണി അത് സമ്മതിച്ചില്ല. അവർ തമ്മിൽ തർക്കമുണ്ടാവുന്നു. അപ്പോൾ ജാൻമണി പറഞ്ഞു, അങ്ങനെ ഫേസിൽ ടച്ച് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് വീട് വിട്ട് പോകാൻ തയ്യാറാണ്. അപ്പോഴേക്കും നമ്മുടെ സായി പറഞ്ഞു, ബിഗ് ബോസ് ജാൻമണി ഇതേ പോകാൻ റെഡിയായി നിൽക്കുകയാണ്, ദെൻ ഞാൻ വരയ്ക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അതായത് വരച്ചു കഴിഞ്ഞാൽ ജാൻമണി പോകുമെന്ന് പറയാനല്ലോ, സോ പുറത്തേക്ക് വിടൂ എന്നാണ് സായിയോട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെന്റ് വന്നു. പക്ഷെ അത് അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുമെന്ന് വിചാരിച്ചായിരിക്കും ബിഗ് ബോസ് ആ ഒരു കൺസിഡറേഷൻ കൊടുത്തത്. കാരണം എല്ലാവർക്കും ബോഡിയിൽ എവിടെയും ടച്ച് ചെയ്യാം, ഇപ്പം ഫേസിലായിക്കോട്ടെ അല്ലെങ്കിൽ കാലിലോ കയ്യിലോ എവിടെയോ ടച്ച് ചെയ്യാം. പക്ഷേ ജാൻമണിക്ക് മാത്രം അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതൊരു ഈ പറഞ്ഞ കമ്മ്യൂണിൽ ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ ചെയ്തതായിരിക്കാം. ബിഗ് ബോസ് അനൗൺസ്മെന്റ് വന്നു, അവരുടെ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് വന്നു. സോ സായി അത് വിട്ടു, ആ കേസ് വിട്ടു. അത് കയ്യിൽ ജസ്റ്റ് ടച്ച് ചെയ്തു, അത് കഴിഞ്ഞ് ശ്രീരേഖയ്ക്ക് ടച്ച് ചെയ്തു. അങ്ങനെ നോമിനേഷനിൽ ഇത്രയും പേരും, ശ്രീരേഖ, ഋഷി, നോറ, ശരണ്യ, അൻസിബ, ജാൻമണി, ജിൻഡോ, അഭിഷേക്, ഇത്രയും പേര് നോമിനേഷനിലേക്ക് വന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും സ്ഥിരം, ശരിക്കും കഴിഞ്ഞ ദിവസം വരെയും ഈ ജാൻമണി ഉൾപ്പെടെയുള്ള ആൾക്കാർ നോറേനെയാണ് കരച്ചിൽ 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 എന്ന് പറഞ്ഞു നടന്നത്. പക്ഷേ ഇപ്പോൾ ജാൻമണിയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയാൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ യമുന റാണി എവിക്റ്റായി പോയപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു.
കരച്ചിൽ എന്ന് പറഞ്ഞാൽ കുറേ സമയം കരഞ്ഞിരുന്നു, അവസാനം അൺകോൺഷ്യസ് ആവുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞപ്പോഴേക്കും ജാൻമണി കരയാൻ തുടങ്ങി. കരച്ചിൽ മാത്രമല്ല, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ദേഷ്യപ്പെടുന്നു, പിന്നെ കുറേ വെള്ളം എടുത്ത് മുഖത്തേക്ക് അടിക്കുന്നു, അങ്ങനെ കുറേ രംഗങ്ങൾ കാണിച്ചു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുതരം ഡ്രാമയാണ്, ഒരു ഡിമെൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള ഡ്രാമയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, ബിഗ് ബോസ് നിയമത്തിനെതിരായ ഒരു കാര്യം അവിടെ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നി. കാരണം ലൈവ് കണ്ട സമയത്ത് സായി പുറത്ത് നടന്ന കാര്യങ്ങൾ, അതായത് ജാസ്മിൻ്റെ പേരിലുണ്ടായ ഇഷ്യൂസ്, ജാസ്മിൻ്റെ കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ അഫ്സലിൻ്റെ ഓഡിയോ ലീക്കായ കാര്യവും ഇതെല്ലാം ജാസ്മിനെ അറിയിച്ചു. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്ന ആളുകൾ ഒരിക്കലും പുറത്തു നടന്ന കാര്യങ്ങൾ ഹൗസിനകത്തുള്ള ആളുകളോട് പറയാൻ പാടില്ല. പക്ഷേ സായിയുടെ നാവിൽ നിന്ന് വീണു. അപ്പോൾ രഹസ്യം സൂക്ഷിക്കാൻ സായിക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഒരു പക്ഷേ അത് സായിയുടെ സ്ട്രാറ്റജി ആയിരിക്കാം. കാരണം നിലവിൽ സായിയും ജാസ്മിനും തമ്മിൽ ഉടക്കിൻ്റെ ഒരു ലൈനുണ്ട് പുറമെ. സായി അത് ചിന്തിച്ചാണ് ഉള്ളിലോട്ട് പോകുന്നത്. കാരണം ജാസ്മിൻ്റെ വാപ്പ സായിക്ക് അഗെയിൻസ്റ്റായിട്ട് സംസാരിച്ചതൊക്കെ നമുക്കറിയാം. സീക്രട്ട് എന്നൊരു 100 പ്രാവശ്യം സീക്രട്ട് റൂമിലകത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 100 പ്രാവശ്യം ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സായിക്ക് അറിയാം. ഓഫ് കോഴ്സ് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച സമയത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ജാസ്മിനോട്. അപ്പോൾ ജാസ്മിനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി പണി കൊടുക്കുന്നതിന് മുമ്പ്, അതായത് കൊല്ലാൻ നിർത്തുന്ന അറവുമാടിന് വെള്ളം കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ കഴുത്ത് കണ്ടിക്കത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പുറത്തെ വിവരങ്ങൾ സായി ജാസ്മിനെ അറിയിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ജാസ്മിന് സായിയോട് ഒരു സിമ്പതി തോന്നും എന്ന് സായി കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അത് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം കൊടുക്കേണ്ട പണികൾ കൊടുക്കാമെന്നായിരിക്കും സായി ഉദ്ദേശിച്ചത്. പക്ഷേ അത് ബിഗ് ബോസ് റൂളിന് അഗെയിൻസ്റ്റ് ആണ് എന്നുള്ള കാര്യം സായി മറന്നുപോയോ? ഒരിക്കലും അങ്ങനെ മറക്കാൻ വഴിയില്ല. കാരണം കഴിഞ്ഞ 3 സീസണായിട്ട് സായി ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ബിഗ് ബോസ് എന്താണെന്ന് അരച്ച് കലക്കി കുറിച്ചിട്ടാണ് സായി വന്നേക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. സായിയുടെ ഗെയിം പ്ലാൻ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ആളൊരു കണ്ണിങ് പ്ലെയറാണ്. അപ്പോൾ സായി എങ്ങനെയായിരിക്കും കളിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ് സായിയുടേത്. അത് നമുക്ക് ഉണ്ണിമൂന്നൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അറിയുന്ന കാര്യമാണ്. എന്തായാലും നെക്സ്റ്റ് സാറ്റർഡേ ലാലേട്ടൻ വരുമ്പോഴേക്കും ഈ ഒരു വിഷയം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ അന്ന് അറിയാം, എന്താണ് സംഭവം, എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇതുവരെയും ഞാൻ കേട്ടിട്ടുള്ളത് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ വേറൊന്നും സംസാരമില്ല, പുറത്തേക്ക് ആക്കുന്നൊരു സീനൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താവുമെന്നൊന്നും നമുക്ക് അറിയില്ല. സോ ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.